മണി ചായ ഇട്ടതുണ്ടോ മണി? ചായ ഇട്ടതില്ല, ഇട്ട് തരാം. ഓ ഇനി ഇടയൊന്നും വേണ്ട. എന്തേ അച്ഛാ, നമ്മുടെ വണ്ടിക്ക് എത്ര രൂപ തരാന്നാ അങ്കിള് പറഞ്ഞേ? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ ശരിക്കും വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു എന്നല്ല, തീരുമാനിച്ചു ഉറപ്പിച്ചു. ഞാൻ സത്യത്തിൽ നേരത്തെ 2-3 പ്രാവശ്യം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഈ സെന്റിമെന്റ്സ് കാര്യം, വണ്ടിയോടുള്ളൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലോ. ഇപ്പോ നോ സെന്റിമെന്റ്സ്. അയ്യോ വാ മക്കളെ. ചേച്ചി, നീ ഒരു കാര്യം അറിഞ്ഞാ? എന്ത്? അച്ഛൻ നമ്മുടെ വണ്ടി കൊടുക്കാൻ പോകുന്നു. ശരിക്കും? അടിപൊളി അടിപൊളി. ഓ, ഇപ്പോഴെങ്കിലും എന്റെ അച്ഛന് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഓ, ആ കണ്ടകശാനി ഇവിടെ നിന്ന് ഇങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞാ മതി എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇത്രയ്ക്ക് തുള്ളിച്ചാടിയോടെ വല്ല ആഘോഷം നടപ്പുണ്ടോ? രവിയേട്ടാ, ആ വണ്ടി വിറ്റ് നിങ്ങൾ എങ്ങനെ ഓഫീസിൽ പോകും? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ വണ്ടി വിൽക്കുമ്പോൾ നല്ലൊരു വില കിട്ടുമല്ലോ. അപ്പോഴേ നമുക്ക് പുതിയൊരു ബൈക്ക് വാങ്ങാം. ഇപ്പോഴാണെങ്കിൽ ഒത്തിരി മൈലേജ് ഉള്ള നല്ല നല്ല വണ്ടികളുണ്ട്. നല്ല വില കിട്ടൂടി ഇത് കൊടുക്കുമ്പം. ഏത്? ഈ ആക്രി വണ്ടിയാ? ഈ ആക്രി വണ്ടി കൊടുത്ത എവിടെ വില കിട്ടാ അല്ലേ അമ്മ? എനിക്ക് അറിഞ്ഞൂടാ. അസ്ഥാനത്ത് കയറി കോമഡി അടിക്കല്ലേ റിങ്കി. മണി, ഞാൻ ആ വർക്ക്ഷോപ്പിൽ അവനൊന്ന് വിളിക്കട്ടെ. നമുക്ക് പറ്റിയ പുതിയ വണ്ടി വല്ലതും ഉണ്ടോ നോക്കാം. ഏതാണ് നല്ലതെന്നൊക്കെ നോക്കിട്ടെ. എന്തായാലും ഒരു നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെ അങ്ങ് എടുക്കാം. ചായ വേണ്ടേ? ചായ നീ ഇടുന്നെങ്കിൽ കൊണ്ടുപോവാ, മുറിയിലോട്ട് കൊണ്ടുപോവാ. ഫോൺ അവിടെ ഇരിക്കുന്നു, വിളിച്ചെടുക്കട്ടെ. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഓട്ടിക്കും. നന്നായിരിക്കും. എന്നിട്ട് വേണം അച്ഛൻ നിന്നെ ഓട്ടിക്കാൻ. അച്ഛനെ എന്നെ ഒന്നും ചെയ്യൂല. അച്ഛന്റെ പുന്നാന മോളാണ് ഈ ഞാൻ. അതെ അതെ, എന്നെ ഒന്നും ചെയ്യൂല. ഞാൻ അതൊന്നും അല്ല ആലോചിച്ചത്. ആ വണ്ടി വിൽക്കാൻ നിന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചല്ലോ. അത് ശരിയാ. ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ലായിരുന്നോ വണ്ടിയുടെ അടുത്ത് അച്ഛന്? എത്ര വർഷമായി കാണും അമ്മ അത് മേടിച്ചിട്ട്? 25 വർഷത്തിൽ കൂടുതലായി. ഇനി അച്ഛൻ നമ്മളെ പറ്റിക്കാൻ വല്ലതാണോ പറയുന്നേ? ഒരിക്കലും ഇല്ല. വണ്ടിയുടെ കാര്യത്തിൽ നിന്റെ അച്ഛൻ ഒരു തമാശയും പറയൂല. അച്ഛൻ വണ്ടി മേടിക്കുമ്പോ എനിക്ക് ഒന്ന് എടുക്കണം. അതും ബുള്ളറ്റ്. ബുള്ളറ്റിലിരുന്ന് പോയാലേ ഒരു ഗും ഉണ്ടാവുള്ളൂ. നല്ല ഗുമ്മായിരിക്കും കേട്ടോ. ഈ തെങ്ങില്ലേ, തെങ്ങിന്റെ പൊത്തിനകത്ത് നത്ത് എത്തി നോക്കണ പോലെ ഇരിക്കും. നീ പണി. രവിയേട്ടാ, ആ സ്കൂട്ടർ തുടക്കണോ? 5 മണിക്ക് കൊണ്ട് കൊടുക്കാവുള്ളല്ലേ മണി? തുടച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടാ. പറ. പുതിയ വണ്ടി വാങ്ങിക്കണമെങ്കിലേ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് കൊടുക്കാൻ മണി. എന്താ അറിയുമോ, പുതിയൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാരും ഓടിക്കില്ല. അവിടെ എവിടെയെങ്കിലും വെച്ചേക്കും. പിന്നെ ഉള്ള വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇതങ്ങ് തുരുമ്പെടുത്ത് നശിച്ചു പോകും. അപ്പോഴേ ആക്രിക്കാരനെ കൊടുക്കാൻ പറ്റും. പിന്നെ ആക്രി വിലയ്ക്ക് കൊടുക്കണം. ഇതാവുമ്പോൾ വാങ്ങിക്കുന്നവൻ പൊന്നു പോലെ ഓടിക്കുകയും ചെയ്യും. നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയും ചെയ്യാം. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ വണ്ടി എന്തായാലും കൊടുക്കലോ. എന്നിട്ട് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മിണ്ടായിരടി, ഞാൻ ഒന്ന് പറയട്ടെ. എന്നിട്ട് പുതിയ വണ്ടി മേടിക്കണം. പഴയ വണ്ടി അച്ഛൻ ഓടിക്കുമ്പം ഞാൻ പുതിയ വണ്ടി ഓടിക്കും. എന്നിട്ട് ഞാൻ അച്ഛൻ പഴയ വണ്ടി ഓടിക്കുമ്പം നീ പുതിയ വണ്ടി ഓടിക്കും. അതല്ലേ പറയാൻ വന്നത്. നീ കൂടുതൽ ഐഡിയ പറയണ്ട. അതെ, 26 വർഷമായി ഈ വണ്ടി നമ്മൾ 26 വർഷമായി. ഇനി നല്ല ഓർമ്മയുണ്ട്. ഒരു ജനുവരി 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവരണേ. അമ്മയ്ക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു. ഇത് കണ്ടപ്പോ അമ്മയുടെ കണ്ണ് നിറഞ്ഞു എന്ന്. പിന്നെ ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാന്ന് പറഞ്ഞപ്പം അമ്മയ്ക്കാണെങ്കിൽ പേടി വണ്ടി കയറാൻ. ചിന്നുവിന് അന്നൊരു 10-13 വയസ്സ് പ്രായം വരും. പിന്നെ ഞാനും അവളും കൂടെ പോയിട്ടാണ് മുടിപ്പര അമ്പലത്തിലും കൊച്ചാർ ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി പൂജിച്ചു. അയ്യോ, എല്ലാം അടുത്ത കാലത്ത് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഈ വണ്ടിയിലേ അച്ഛനും അമ്മയും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ എവിടെയൊക്കെ പോയിരിക്കുന്നു? കായംകുളത്ത് കുഞ്ഞമ്മയുടെ ഹരിപ്പാട് പോയിരിക്കുന്നു. അതുപോലെ വീട്ടിലൊക്കെ പോയി. പിന്നെ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് പുലിനടയിലാണ്. അപ്പൊ ഞാനും ആലങ്കോട് വരെ പോയില്ലേ? ആലങ്കോടാ? അത് ആറ്റിങ്ങൽ അപ്പുറമല്ലേ? അതെ. എന്ന്? അത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാ. ബെസ്റ്റ്. ഞാൻ ഒരിക്കൽ രാവിലെ പോയില്ലേ, എന്നിട്ട് ഉച്ചക്ക് കയറി വന്നില്ലേ, അത് അവിടെ പോയതാ. ലൈസൻസും ഇല്ലാതെ ആലങ്കോട് വരെ വണ്ടി എടുത്തോണ്ട് പോയാ?
മണി നിനക്ക് ഓർമ്മയുണ്ടാ? പുലിനടയിൽ ഒരു ദിവസം ഇതിൽ വണ്ടി പോയപ്പോഴേ നിന്റെ അച്ഛൻ എടുത്ത് ഈ വണ്ടി ഓടിച്ചു എന്നിട്ട് പറഞ്ഞ ഓർമ്മയുണ്ടാ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രവി എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കണതെന്ന്. ബ്രേക്കും ഇല്ല, ക്ലച്ചും ഇല്ല. അങ്ങനെ എന്നേക്കുമായി ഇവൻ നമ്മളെ വിട്ടു പോവുകയാണ് മണി. നിങ്ങൾക്കൊക്കെ സന്തോഷമായല്ലോ, കാരണം ബാങ്ക് മാനേജറായ നിങ്ങളുടെ അച്ഛൻ ഈ വണ്ടി പോണത് നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്നത് ഇന്നലെ വേറെ ആരുടെ കയ്യിലായിരുന്നു, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ വേറെ ആരുടെ കയ്യിലും ആവും. 5 മണിക്ക് വണ്ടി കൊണ്ട് കൊടുക്കാവുള്ളല്ലേ. ബാണി വാ മോളെ. മണിയേ ആലങ്കോടല്ലേ, ശരിയാക്കി തരാടി. അത് പിന്നെ എല്ലാരും ബൈക്കിലൊക്കെ വന്നപ്പോ ഞാൻ ഒരു വെറൈറ്റിക്ക് ഇത് കൊണ്ടുവന്നു. വെറൈറ്റിക്ക് ഇത് ശരി. ഓക്കെ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.